അധ്യായം 61. അസ്സഫ്. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 14. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം. ആകാശഭൂമികളിലുള്ളവയൊക്കെയും അല്ലാഹുവിന്റെ മഹത്വം കീർത്തിച്ചിരിക്കുന്നു. അവൻ അജയ്യനും യുക്തിജ്ഞനും തന്നെ. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ ചെയ്യാത്തത് പറയുന്നതെന്തിനാണ്? കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. ചെയ്യാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് അല്ലാഹുവിന് ഏറെ വെറുപ്പുള്ള കാര്യമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫൻ കഅന്നഹും ബുൻയാനും മർസൂസ്. കരുത്തുറ്റ മതിൽക്കെട്ട് പോലെ അണിചേർന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ അടരാടുന്നവരെയാണ് അവൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തു'ദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാഗ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മൂസ തന്റെ ജനതയോട് പറഞ്ഞത് ഓർക്കുക. എന്റെ ജനമേ, നിങ്ങളെന്തിനാണ് എന്നെ പ്രയാസപ്പെടുത്തുന്നത്? നിശ്ചയമായും നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളിലേക്കുള്ള ദേവദൂതനാണെന്ന്. അങ്ങനെ അവർ വഴിപിഴച്ചപ്പോൾ അല്ലാഹു അവരുടെ മനസ്സുകളെ നേർവഴിയിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അധർമ്മകാരികളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. വഇദ് ഖാല ഈസ ഇബ്നു മർയമ യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് فلما جاءهم بالبينات قالوا هذا سحر مبين. മറിയമിന്റെ മകൻ ഈസാ പറഞ്ഞത് ഓർക്കുക. ഇസ്രയേൽ മക്കളെ, ഞാൻ നിങ്ങളിലേക്കുള്ള ദേവദൂതനാണ്. എനിക്ക് മുമ്പേ അവതീർണമായ തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവൻ, എനിക്കു ശേഷം ആഗതനാകുന്ന അഹമ്മദ് എന്നു പേരുള്ള ദേവദൂതനെ സംബന്ധിച്ച് സുവാർത്ത അറിയിക്കുന്നവനും. അങ്ങനെ അദ്ദേഹം തെളിഞ്ഞ തെളിവുകളുമായി അവരുടെ അടുത്തു വന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് വ്യക്തമായും ഒരു മായാജാലം തന്നെ. ومن أظلم ممن افترى على الله الكذب وهو يدعى إلى الإسلام والله لا يهدي القوم الظالمين. അല്ലാഹുവിനെക്കുറിച്ച് കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? അതും അവൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കെ അല്ലാഹു അക്രമികളായ ജനത്തെ നേർവഴിയിലാക്കുകയില്ല. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. തങ്ങളുടെ വായുകൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് അവരുദ്ദേശിക്കുന്നത്. അല്ലാഹു തന്റെ പ്രകാശത്തെ പൂർണ്ണമായി പരത്തുക തന്നെ ചെയ്യും. സത്യനിഷേധികൾക്ക് അതെത്ര അരോചകമാണെങ്കിലും. ഹുവല്ലദീ അർസല റസൂലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുവാണ് തന്റെ ദൂതനെ നേർമാർഗവും സത്യമതവുമായി നിയോഗിച്ചത്, മറ്റെല്ലാ ജീവിതക്രമങ്ങളെക്കാളും അതിനെ വിജയിപ്പിച്ചെടുക്കാൻ. ബഹുദൈവാരാധകർക്ക് അതെത്ര അനിഷ്ടകരമാണെങ്കിലും.
يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم. വിശ്വസിച്ചവരെ, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു വ്യാപാരത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കലാണത്. നിങ്ങളുടെ സമ്പത്തും ശരീരവും ഉപയോഗിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യലും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം, നിങ്ങൾ അറിയുന്നവരെങ്കിൽ. يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم. എങ്കിൽ അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പൊറുത്തു തരും. താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കും. സ്ഥിരജീവിതത്തിനായൊരുക്കിയ സ്വർഗീയാരാമങ്ങളിലെ വിശിഷ്ടമായ വാസസ്ഥലങ്ങളിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കും. ഇതത്രേ അതിമഹത്തായ വിജയം. وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين. നിങ്ങൾ അഭിലഷിക്കുന്ന മറ്റൊരനുഗ്രഹവും നിങ്ങൾക്ക് അവൻ നൽകും. അല്ലാഹുവിൽ നിന്നുള്ള സഹായവും ആസന്ന വിജയവുമാണത്. ഈ ശുഭവാർത്ത സത്യവിശ്വാസികളെ അറിയിക്കുക. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى ابن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാവുക. മറിയമിന്റെ മകൻ ഈസ ഹവാരികളോട് ചോദിച്ച പോലെ, ദൈവമാർഗത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? ഹവാരികൾ പറഞ്ഞു, ഞങ്ങളുണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ സഹായികളായി. അങ്ങനെ ഇസ്രായേൽ മക്കളിൽ ഒരു വിഭാഗം വിശ്വസിക്കുകയും മറ്റൊരു വിഭാഗം അവിശ്വസിക്കുകയും ചെയ്തു. പിന്നെ വിശ്വസിച്ചവർക്ക് നാം അവരുടെ ശത്രുക്കളെ തുരത്താനുള്ള കരുത്ത് നൽകി. അങ്ങനെ അവർ വിജയികളാവുകയും ചെയ്തു.